ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭാര്യയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നത് അവളുടെ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ ഒരാൾ ജീവിതത്തിന് കൂട്ടായിട്ടുണ്ടാവുമ്പോഴാ അവളുടെ ജീവിതത്തിന് ഒരർത്ഥം വരുന്നത്. താങ്ക്സ് റോ, എന്നെ ഒരു മനുഷ്യനാക്കിയതിന്. തന്നെ ഞാൻ സ്നേഹിക്കുവാണോ, ആരാധിക്കുവാണോ, ബഹുമാനിക്കുവാണോ, അതൊന്നും വ്യക്തമായിട്ട് വേർതിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം സത്യം, താനില്ലാതെ ഇനി നവീനില്ല. തന്റെ സ്നേഹമില്ലാതെ നവീന്റെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല. താൻ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. നവീൻ, ഞാൻ പൊക്കോട്ടെ? സിത്താര ശ്രീനിവാസന്റെ മകളെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം എടുക്കുമ്പോൾ അതെന്റെ ബിസിനസ്സിന് ഒരുപാട് ഗുണം ചെയ്യുന്നുള്ള തീരുമാനമായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നീട് തനിക്ക് വന്ന മാറ്റമുണ്ടല്ലോ. പ്രത്യേകിച്ച് കളരിക്കലേക്ക് എത്തിയ ഈ ഗാഥ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ഇപ്പൊ എന്റെ സ്നേഹത്തിന്റെ അർത്ഥം എന്റെ മുന്നിലിരിക്കുന്ന താന. നവീൻ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. നവീൻ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോ അത് തള്ളിക്കളയാൻ എന്റെ മനസ്സിന് പറ്റുന്നുമില്ല. പക്ഷെ ഞാൻ സിത്താര മേഡത്തിന് കൊടുത്ത വാക്ക് അതല്ലല്ലോ. എത്രയൊക്കെ കേട്ടാലും ഞാൻ വേറൊരു വാടകക്കാരിയല്ലേ. എന്റെ ഭഗവാനെ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഭഗവാനെ, എന്നെ ഒരുപാട് പരീക്ഷിക്കല്ലേ. പകൽ സ്വപ്നം വല്ലതും കാണുകയാണോ? ശരിക്കുന്നോണ്ട് ചോദിച്ചതാ. അച്ഛനമ്മമാരുടെ സ്വപ്നം മക്കളെ കുറിച്ചായിരിക്കുമല്ലോ നന്ദേട്ടാ. ഞാൻ നവീനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു. അവന് വന്ന ഭാഗ്യത്തിനെ കുറിച്ച്, ഗാഥമോളെ കുറിച്ച്. നമ്മൾ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചതൊക്കെ ഗാഥമോളുടെ രൂപത്തിലാ അനുഗ്രഹമായിട്ട് എത്തിയത്. നവീന് സുഖമില്ലാതായപ്പോ അവളുടെ അവസ്ഥ കണ്ടില്ലായിരുന്നോ? എന്തൊരു വേദനയായിരുന്നു അവളുടെ കണ്ണില്. ഇന്നലെ വൈകുവോളം നവീന്റെ നെറ്റിയില് തുണി നനച്ചിട്ട്
അവന്റെ ഓരോ ശബ്ദങ്ങളിലും പ്രതികരിച്ച് അവള് കാവലിരുന്നു. ദിവസം മുഴുവൻ കഠിന വ്രതമെടുത്ത കുട്ടിയ അവൾ അവളെക്കുറിച്ച് ചിന്തിക്കാതെ അങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ മോന്റെ ഭാഗ്യം തന്നെയല്ലേ? അതെ സുമിത്രേ, ഗാഥമുള്ളൊരു ഭാഗ്യം തന്നെയാ. നവീന്റെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെയും. ഉം. സാധാരണ ആൺമക്കൾക്ക് ഭാര്യ വരുമ്പോ അവര് മനസ്സറിഞ്ഞ് ഭർത്താവിനെ സ്നേഹിക്കുന്ന കാണുമ്പോ തന്റെ പ്രാധാന്യം കുറഞ്ഞു പോവുമോന്ന് ചില അമ്മമാർക്ക് തോന്നാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉള്ളില്? നന്ദേട്ടാ, അവൻ എനിക്ക് തരുന്ന സ്നേഹമുണ്ടല്ലോ, അതവനെ പ്രസവിച്ച അമ്മയെക്കാളും കൂടുതലാ. അതെനിക്ക് തന്ന ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടേ ഞാൻ കൂട്ടിയിട്ടുള്ളൂ. നമ്മുടെ വീട്ടില് ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ? എല്ലാവരോടും അവൻ ചിലപ്പോ ശബ്ദം ഉയർത്തി സംസാരിക്കാറില്ലേ? പക്ഷെ അത് കഴിഞ്ഞ് അവൻ എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ അവന്റെ യാതൊരു ദേഷ്യവും ഉണ്ടാവില്ല, ശബ്ദത്തിന് കനമുണ്ടാവില്ല. കാരണം ഞാൻ അവനെ പ്രസവിച്ചതല്ല. അങ്ങനെ ഒരിക്കൽ പോലും അവന്റെ ഉള്ളിൽ വന്നിട്ടില്ല. തിരിച്ച് എനിക്കും അതുപോലെ തന്നെയാ. നവീന്റെ അമ്മ മരിച്ചപ്പോ അവന്റെ ഓരോ കരച്ചിലും എന്നെ പേടിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഒരു പുനർവിവാഹത്തിന് സമ്മതിക്കുമ്പോ ആ പേടിയും ഉത്കണ്ഠയും കൂടി. പക്ഷെ എന്റെ പേടി ഉത്കണ്ഠയൊക്കെ ദിവസങ്ങൾ കൊണ്ട് താൻ തീർത്തു. താനവന്റെ പെറ്റമ്മ തന്നെയാ. ഒരു സ്ത്രീ പ്രസവിക്കുന്നതിലോ കുഞ്ഞിന് പാലൂട്ടുന്നതിലോ അല്ല, സ്നേഹം കൊടുത്ത് സ്നേഹം തിരിച്ചു വാങ്ങുമ്പോഴാണ് ശരിക്കൊരമ്മയാവുക. ഒരു ഭർത്താവ് ഭാര്യയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നത് അവളുടെ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ ഒരാൾ ജീവിതത്തിന് കൂട്ടായിട്ടുണ്ടാവുമ്പോഴാ അവളുടെ ജീവിതത്തിന് ഒരർത്ഥം വരുന്നത്. ഞാൻ അക്കാര്യത്തിലും ഭാഗ്യവതിയാ. നന്ദേട്ടന്റെ ഈ കൈ പിടിച്ചപ്പോ എന്റെ മറുകൈ നവീന്റെ കുഞ്ഞു വിരലിലുണ്ടായിരുന്നു. അച്ഛനും മോനും തരുന്ന സ്വർഗത്തിൽ തന്നെയാ ഞാനിപ്പോ. സുമിത്രേ, കൃഷ്ണ